മാർക്കമിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 88/2025 വിമൻസ് പോലീസ് കോൺസ്റ്റബിൾ എക്സാമിനേഷനകത്ത് പൊളിറ്റി പാർട്ടിന്റെ ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. സോ ഒന്നാമത്തെ ചോദ്യം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ വിദ്യാഭ്യാസ അവകാശത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏത്? കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് റൈറ്റ് ടു എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസ അവകാശം 86ാമത് ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കറക്റ്റ് ആണ്, 86. 2008 നിയമം നിലവിൽ വന്നത്, അല്ല 2002 നിയമം നിലവിൽ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 21A, റൈറ്റ് ടു പേഴ്സണൽ ലൈഫ് ആൻഡ് ലിബർട്ടിക്കകത്ത് വരുന്നത് തന്നെയാണ്. ആർട്ടിക്കിൾ 21A റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആഡ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റും മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 21, ഇന്ത്യൻ ഭരണഘടനയിലെ നീതിന്യായ പുനരവലോകനം, ദാറ്റ് മീൻസ് ജുഡീഷ്യൽ റിവ്യൂ, നീതിന്യായ പുനരവലോകനം, ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം ഏത് ഭരണഘടനയിൽ നിന്ന് കടമെടുത്തിരിക്കുന്നത്? ബ്രിട്ടൻ, അയർലൻഡ്, ഫ്രാൻസ്, അമേരിക്കയിൽ നിന്നാണ് എടുത്തത്. ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട് ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി, ജുഡീഷ്യൽ റിവ്യൂ ഇതൊക്കെ കടമെടുത്തിരിക്കുന്ന അമേരിക്കയിൽ നിന്നാണ്. ലെജിസ്ലേച്ചറുമായി ബന്ധപ്പെട്ട ബൈക്യാമറൽ ലെജിസ്ലേച്ചർ ഒക്കെ ആണെങ്കിൽ ബ്രിട്ടനിൽ നിന്നാണ്. ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി എന്നുള്ള ഐഡിയാസ് ഒക്കെ പ്രിയാമ്പിൾ ഉള്ളതാണെങ്കിൽ ഫ്രാൻസിൽ നിന്നാണ്. DPSPയുമായി ഒക്കെ ബന്ധപ്പെട്ടതാണെങ്കിൽ ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? V. രാമസുബ്രഹ്മണ്യൻ. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ. ഇന്ത്യയുടെ സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിപ്പിക്കുന്ന ഭരണഘടനാ വകുപ്പ് 324. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ സ്വത്തവകാശത്തെക്കുറിച്ച് ശരിയല്ലാത്തത് കണ്ടെത്തുക. 42ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ശരിയല്ലാത്ത, തെറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. 42ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശം മൗലിക അവകാശമായി മാറിയത്. സോ തെറ്റാണ്. 44ാമത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് അനുസരിച്ചാണ് മൗലിക അവകാശം അല്ലാതായി മാറുന്നത്. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റ്. ഇന്ത്യൻ ഭരണഘടനയുടെ 200A എന്ന വകുപ്പിൽ സ്വത്തവകാശം നിലനിൽക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ 300A എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് റൈറ്റ് ടു പ്രോപ്പർട്ടി വരുന്നത്. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റ്. 1973 സുപ്രീം കോടതി വിധി പ്രകാരം സ്വത്തവകാശം ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ ഉൾപ്പെടുന്നതല്ല. 1973 കേശവാനന്ദ ഭാരതി കേസിനകത്തുണ്ടായ ജഡ്ജ്മെന്റിന്റെ അടിസ്ഥാനത്തിലാണ് റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഭരണഘടന അടിസ്ഥാന ഘടന ഉൾപ്പെടാതെ. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സോ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയും 1ഉം 2ഉം തെറ്റുമാണ് വന്നിരിക്കുന്നത്. തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 1ഉം 2ഉം മാത്രമാണ് ശരിയായ ഉത്തരവെന്ന് പറയുന്നത്. വോട്ടവകാശം 21 നിന്ന് 18 വയസ്സാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി 73, 61, 55, 63. 73ാമത് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ എസ്റ്റാബ്ലിഷ്മെന്റുമായി ബന്ധപ്പെട്ടതാണ്. പഞ്ചായത്തുമായി ബന്ധപ്പെട്ടതാണ്. ദെൻ 55ാമത് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശിന് ഫുൾ സ്റ്റേറ്റ്ഹുഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആണ് 55 എന്ന് പറയുന്നത്. 63 എന്ന് പറയുന്നത് 59ാമത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് അനുസരിച്ചിട്ട് പഞ്ചാബിലെ കുറച്ച് പ്രൊവിൻസുകൾക്ക് പ്രത്യേക അവകാശങ്ങൾ കൊടുത്തിരുന്നു. ആ അവകാശങ്ങൾ റിപ്പീൽ ചെയ്തുകൊണ്ട് വന്ന ഭരണഘടനാ ഭേദഗതിയാണ് 63 എന്ന് പറയുന്നത്. സോ വോട്ടവകാശം 21 നിന്ന് 18 മാറ്റിയ ഭരണഘടനാ ഭേദഗതി 1989 61ാം ഭേദഗതിയാണ്. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ട ദേശ താല്പര്യത്തിന് വേണ്ടി യൂണിയൻ ലിസ്റ്റിലേക്കോ കൺകറന്റ് ലിസ്റ്റിലേക്കോ മാറ്റുന്ന അംഗീകാരം നൽകേണ്ടത്. സോ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ചെയ്യുന്നത് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നൊക്കെ അറിയപ്പെടുന്നത് രാജ്യസഭയാണ്. സോ അതിന് അംഗീകാരം നൽകേണ്ടത് ഓപ്ഷൻ സി രാജ്യസഭയാണ്. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഇന്ത്യൻ വൈസ് പ്രസിഡന്റിനെ സംബന്ധിച്ച് ഏതാനും പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇതിൽ ശരിയായിട്ടുള്ളത് കണ്ടുപിടിക്കാം. വൈസ് പ്രസിഡന്റ് രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാനാണ്. അദ്ദേഹം ഒരാൾ രാജ്യസഭാ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ഓട്ടോമാറ്റിക്കലി എക്സ് ഒഫീഷ്യോ ചെയർമാനായി മാറുന്നു. ശരിയാണ്. വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന നിയമനിർമ്മാണ സഭകളും പങ്കെടുക്കുന്നു. ഇല്ല. വോട്ടവകാശമുള്ളത് എന്ന് പറയുന്നത് ലോക്സഭയിലെയും രാജ്യസഭയിലെയും അംഗങ്ങൾക്ക് മാത്രമാണ്. അതിനകത്ത് ഇലക്ടഡ് മെമ്പേഴ്സിനും നോമിനേറ്റഡ് മെമ്പേഴ്സിനും വൈസ് പ്രസിഡന്റിനെ സെലക്ട് ചെയ്യുന്നതിനകത്ത് വോട്ടിംഗ് ഉണ്ട്. ഇംപീച്ച്മെന്റ് നടപടിയിലൂടെയാണ് വൈസ് പ്രസിഡന്റ് ഔദ്യോഗികമായി റിമൂവ് ചെയ്യുന്നത്. വൈസ് പ്രസിഡന്റ് റിമൂവ് ചെയ്യുന്നതിന് ഒരു ഒഫീഷ്യൽ പ്രൊസീജിയർ ഉണ്ട്. പക്ഷെ അതിന് എക്സ്ക്ലൂസീവ് ആയിട്ട് ഇംപീച്ച്മെന്റ് എന്ന് പറയുന്ന ഒരു പേരില്ല. ഇംപീച്ച്മെന്റ് എന്ന് പറയുന്ന ഒരു പേര് പ്രസിഡന്റിനെ റിമൂവ് ചെയ്യുന്നതിന് മാത്രമായിട്ടാണ് നമ്മൾ എക്സ്ക്ലൂസീവ് ആയിട്ട് ഉപയോഗിക്കുന്നത്. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാം. ബട്ട് റിമൂവലിനെ ഇംപീച്ച്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാമെന്ന് പറഞ്ഞ് ചിലപ്പോൾ ഈ ചോദ്യം ശരിയായി വരാം. അങ്ങനെയാണെങ്കിൽ പോസിബിലിറ്റി എന്ന് പറയുന്നത് ഒന്നെങ്കിൽ 1ഉം 3ഉം ശരി, ഒന്നെങ്കിൽ 1ഉം 3ഉം ശരിയാണെന്ന് പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്യാം. പക്ഷെ ഇംപീച്ച്മെന്റ് എന്ന് പറയുന്ന ഒരു വാക്ക് തന്നിരിക്കുന്നത് കൊണ്ട് ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാവുകയും ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആവാനായിട്ടാണ് സാധ്യത കൂടുതൽ.
നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ചോദിച്ച പൊളിറ്റി പാർട്ടിയുടെ എല്ലാ ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ക്ലാസ്സിന്റെ അഭിപ്രായം മറക്കാതെ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതുകൂടി കമന്റ് ചെയ്യുക. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്.